ഈ വർഷത്തെ ചാതുർമാസ്യ ആരംഭം 29-ാം തീയതി പൗർണമിക്ക് വ്യാസ ജയന്തി ദിവസമാണ്. അത് നമ്മൾ സന്യാസി മഠങ്ങളിലൊക്കെ അത് നടക്കും. പ്രത്യേകമായിട്ട് വ്യാസപൂജ, ഉപനിഷത്ത് പാരായണം, പിന്നെ 2 മാസം എപ്പോഴും ഉപാസനയായിട്ട് ഇരിക്കണം എന്നാണ്. സ്വാമിമാർ അങ്ങനെ സ്ഥിരമായിട്ട് ഒരിക്കൽ താമസിക്കില്ല. അവരെപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. വേദാന്ത തത്വങ്ങളൊക്കെ ജിജ്ഞാസുക്കൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടും അങ്ങനെ. അക്കാലത്താണ് ഈ വർഷക്കാലം വരുമ്പോൾ യാത്രകളൊക്കെ വിഷമം. അപ്പോൾ ഒരു ദിക്കിൽ വിശ്രമിക്കും. അപ്പോൾ എല്ലാവരും ആ സ്വാമിയുടെ അടുക്കൽ ചെന്ന് ദിവസവും ആ ഉപദേശമൊക്കെ കേൾക്കും. സമയം പോലെ സ്വന്തമായിട്ട് കൂടുതലായിട്ട് ഉപാസന ചെയ്യുകയും ചെയ്യും. ആ ഉപാസന ചെയ്ത് നേടിയിട്ടുള്ള ശക്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഇതാണ് 2 മാസത്തെ ചാതുർമാസ്യം. 4 മാസം എന്ന് പറയുമെങ്കിലും 4 പക്ഷമായിട്ട് അത് തിരിയും. പക്ഷാവൈ മാസാഹ എന്നൊരു വേദവാക്യമുണ്ട്. അതുകൊണ്ട് 4 മാസം എന്നുള്ളത് 4 പക്ഷമായാലും ചാതുർമാസ്യമാവും എന്നാണ് ആചാര്യന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലാണ് ഇവിടെ നമ്മൾ കാലം കൊണ്ട് പല മാറ്റങ്ങളും വരും. ഇന്ന് അതുപോലെയുള്ള നടത്തങ്ങളോ യാത്രകളോ അതിൽ മഴ കൊണ്ട് തടസ്സമോ അങ്ങനെയുള്ള പണ്ടൊക്കെ കാൽനടയായിട്ട് മാത്രമാണല്ലോ. ഇന്നൊക്കെ വാഹനത്തിലാണല്ലോ സഞ്ചരിക്കുക. അതുകൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പ്രധാന കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല. ഉപാസനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. വേദശാസ്ത്രപുരാണാനി ചേതിഹാസാദികാനി ച മന്ത്രയന്ത്രാദിവിദ്യാശ്ച മോഹനോച്ചാടനാദികം ശൈവശാക്താഗമാദീനീത്യന്യേ ച ബഹവോ മത അപഭ്രംശാ സമസ്താനാം ജീവാനാം ഭ്രാന്തചേതസാം ജപസ്തപോവ്രതം തീർത്ഥം യജ്ഞോദാനം തഥൈവ ച ഗുരുതത്വമവിജ്ഞായ സർവം വ്യർത്ഥം ഭവേത് പ്രിയേ ഗുരുബുദ്ധ്യാത്മനോ നാന്യത് സത്യം വരാനനെ തത്ലാഭാർത്ഥം പ്രയത്നസ്തു കർത്തവ്യശ്ച മനീഷിഭിഃ ഗൂഢവിദ്യാ ജഗന്മായ ദേഹശ്ചാജ്ഞാനസംഭവ വിജ്ഞാനം യത്പ്രസാദേന ഗുരുശബ്ദേന കഥ്യതേ യദംഘ്രികമലദ്വന്ദ്വം ദ്വന്ദ്വാതാപനിവാരകം താരകം ഭവസിന്ധോശ്ച തം ഗുരും പ്രണമാമ്യഹം ദേഹി ബ്രഹ്മ ഭവേദ്യസ്മാത് തത്കൃപാർത്ഥം വദാമി തത് സർവപാപവിശുദ്ധാത്മാ ശ്രീഗുരോ പാദസേവനാത് സർവതീർത്ഥാവഗാഹസ്യ സംപ്രാപ്നോതി ഫലം നര ഗുരോപാദോദകം പീത്വാ ശേഷം ശിരസി ധാരയൻ ശോഷണം പാപപങ്കസ്യ ദീപനം ജ്ഞാനതേജസാ ഗുരോപാദോദകം सम्यक् संसारार्णवतारकम् अज्ञानमूलहरणं जन्मकर्मनिवारकं ज्ञानवैराग्यसिद्ध्यर्थं गुरुपादोदकं पिबेत् ഗുരുപാദോദകം പാനം ഗുരോരുച്ഛിഷ്ടഭോജനം ഗുരുമൂർത്തേ സദാ ധ്യാനം ഗുരോർനാംനഃ സദാ ജപ സ്വദേശികസ്യൈവ ച നാമകീർത്തനം ഭവേദനന്ദസ്യ ശിവസ്യ കീർത്തനം സ്വദേശികസ്യൈവ ച നാമചിന്തനം ഭവേദനന്ദസ്യ ശിവസ്യ ചിന്തനം യത്പാദരേണുർവൈ നിത്യം കോപി സംസാരവാരിധൗ സേതുബന്ധായ തേ നാഥം ദേശികം തമുപാസ്മഹേ യദനുഗ്രഹമാത്രേണ ശോകമോഹോ വിനശ്യത തസ്മൈ ശ്രീദേശികേന്ദ്രായ നമോസ്തു പരമാത്മനെ യസ്മാദനുഗ്രഹം ലബ്ധ്വാ മഹദജ്ഞാനമുത്സൃജേത് തസ്മൈ ശ്രീദേശികേന്ദ്രായ നമശ്ചാഭീഷ്ടസിദ്ധയേ കാശീക്ഷേത്രം നിവാസശ്ച ജാഹ്നവീചരണോദകം ഗുരുർവിശ്വേശ്വരഃ സാക്ഷാത് താരകം ബ്രഹ്മനിശ്ചയ ഗുരുസേവാഗയാ പ്രോക്താ ദേഹസ്യാദക്ഷയോ വട തൽപാദം വിഷ്ണുപാദം സ്യാത് തത്ര ദത്തം മനസ്തദം ഗുരുമൂർത്തിം സ്മരേ നിത്യം ഗുരോർനാമ സദാ ജപേത് ഗുരോരാജ്ഞാം പ്രകുർവീത ഗുരോരന്യന്ന ഭാവയേത് ഗുരുവക്ത്രേ സ്ഥിതം ബ്രഹ്മ പ്രാപ്യതേ തത്പ്രസാദത ഗുരോർധ്യാനം സദാ കുര്യാത് പുരുഷം സൈരിണീയഥാ
സ്വാശ്രമശ്ച സ്വജാതിം ച സ്വകീർത്തിം പുഷ്ടിവർദ്ധനം ഏതൽ സർവം പരിത്യജ്യ ഗുരുമേവ സമാശ്രയേത് അനന്യശ്ചിന്തയന്തോ യേ സുലഭം പരമം സുഖം തസ്മാത് സർവപ്രയത്നേന ഗുരോരാരാധനം ഗുരു ഗുരുവക്ത്രേ സ്ഥിതാ വിദ്യ ഗുരുഭക്ത്യാ ച ലഭ്യതേ ത്രൈലോക്യേ സ്ഫുടവക്താരോ ദേവർഷ്യ പിതൃമാനവാഃ ഗുകാരശ്ചാന്തകാരോ ഹി ഗുരുകാരസ്തേജ ഉച്യതേ അജ്ഞാനഗ്രാസകം ബ്രഹ്മ ഗുരുരേവ ന സംശയ ഗുരുകാരശ്ചാന്തകാരസ്തു ഗുകാരശ്ചാന്തകാരസ്തു രുകാരസ്തന്നിരോധകൃത് അന്ധകാരവിനാശിത്വാത് ഗുരുരിത്യഭിധീയതേ ഗുകാരശ്ച ഗുണാതീതോ രൂപാതീതോ രുകാരക ഗുണരൂപവിഹീനത്വാത് ഗുരുരിത്യഭിധീയതേ ഗുകാരപ്രഥമോ വർണ്ണോ മായാദിഗുണഭാസക രുകാരോസ്തി പരം ബ്രഹ്മ മായാഭ്രാന്തി വിമോചകം ഏവം ഗുരുപദം ശ്രേഷ്ഠം ദേവാനാമപി ദുർലഭം ഹാഹൂഹൂ ഗണശ്ചൈവ ഗന്ധർവാദ്യൈശ്ച പൂജിതം ധ്രുവം തേഷാശ്ച സർവേഷാം നാസ്തി തത്വം ഗുരോ പരം ഗുരോരാരാധനം കാര്യം സ്വജീവത്വം നിവേദയേത് കർമ്മണാ മനസാ വാചാ സർവാദാരാധയേത് ഗുരും സർവദാരാധയേത് ഗുരും ദീർഘദണ്ഡം നമസ്കൃത്യ നിർലജ്ജോ ഗുരുസന്നിധൗ ഗുരുരേകോ ജഗത്സർവം ബ്രഹ്മ വിഷ്ണു ശിവാത്മകം ഗുരോ പരതരം നാസ്തി തസ്മാത് സംപൂജയേത് ഗുരും സർവശ്രുതി ശിരോരത്ന വിരാജിത പദാംബുജം വേദാന്താർത്ഥ പ്രവക്താരം തസ്മാത് സംപൂജയേത് ഗുരും യസ്യ സ്മരണമാത്രേണ ജ്ഞാനമുത്പദ്യതേ സ്വയം സയേവ സർവസമ്പത്തി തസ്മാത് സംപൂജയേത് ഗുരും കൃമികോടിഭിരാവൃഷ്ടം ദുർഗന്ധമലമൂത്രകം രക്തത്വചാമാംസൈർനബ്ധം ചൈതദ്വരാനനീം സംസാരവൃക്ഷമാരൂഢാ പതന്തി നരകാർണവേ യസ്മാദുദ്ധരതേ സർവാൻ തസ്മൈ ശ്രീഗുരവേ നമഃ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുരേവ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ സ്ഥാവരം ജംഗമം വ്യാപ്തം യത്കിഞ്ചിത് സചരാചരം ത്വത്പദം ദർശിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ ചിന്മയം വ്യാപി യസ്സർവം ത്രൈലോക്യം സചരാചരം അസിത്വം ദർശിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ നിമിഷാന്നിമിഷാർത്ഥാദ്വാ വയദ്വാക്യാദ്വൈ വിമുച്യതേ സ്വാത്മാനം ശിവമാലോക്യ തസ്മൈ ശ്രീഗുരവേ നമഃ ചൈതന്യം ശാശ്വതം ശാന്തം വ്യോമാതീതം നിരഞ്ജനം നാദബിന്ദുകലാതീതം തസ്മൈ ശ്രീഗുരവേ നമഃ നിർഗുണം നിർമ്മലം ശാന്തം ജംഗമം സ്ഥിരമേവ ച വ്യാപ്തം യേന ജഗത്സർവം തസ്മൈ ശ്രീഗുരവേ നമഃ സപിതാ സ ച മേ മാതാ സ ബന്ധു സ ച ദേവത സംസാരമോഹനാശായ തസ്മൈ ശ്രീഗുരവേ നമഃ യത് സത്യേന ജഗത് സത്യം യത് പ്രകാശേന ഭാതി തത് യദാനന്ദേന നന്ദന്തി തസ്മൈ ശ്രീഗുരവേ നമഃ യസ്മിൻ സ്ഥിതമിദം സർവം ഭാതി യത് ഭാനുരൂപത പ്രിയം പുത്രാദി യത് പ്രീത്യാ തസ്മൈ ശ്രീഗുരവേ നമഃ